ഈ ചെറുക്കൻ പന്ത് നേരെ ആകാശത്തേക്ക് അടിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പന്ത് താഴേക്ക് വന്നതേയില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന കോച്ച് ഒരു മുട്ട ഉപയോഗിച്ച് പന്ത് നിയന്ത്രിക്കാൻ പയ്യനോട് പറഞ്ഞു. കളിക്കാരൻ ആ മുട്ട ഉടൻ തന്നെ പൊട്ടിച്ചപ്പോൾ തടിയനായ സഹകളിക്കാരൻ അത് നക്കിക്കുടിക്കാൻ ഓടിയെത്തുന്നു. ഈ വിചിത്രമായ പരിശീലനത്തിനിടയിൽ നടത്തിയ ടാർഗറ്റ് പ്രാക്ടീസിലൂടെയാണ് ആ കളിക്കാരന്റെ യഥാർത്ഥ കഴിവ് വെളിപ്പെട്ടത്. ഇതിൽ ആകൃഷ്ടനായ കോച്ച് ഒരു എതിർ ടീമുമായി മത്സരം ഏർപ്പാടാക്കി. എന്നാൽ ആ ടീം അംഗങ്ങൾ ചുറ്റിക ഉൾപ്പെടെയുള്ള മെക്കാനിക് ഉപകരണങ്ങളുമായാണ് എത്തിയത്. കളിയിലുടനീളം അവർ ചതിപ്രയോഗങ്ങൾ നടത്തുകയും ടോമിന്റെ സംഘത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മത്സരം ഒരു പേടി സ്വപ്നമായി മാറി. കളിക്കാർക്ക് മർദ്ദനമേറ്റു. തടിയനായ സുഹൃത്തിന്റെ വായിൽ നിന്ന് പത വരാൻ തുടങ്ങി. മറ്റൊരു കളിക്കാരൻ തലയിൽ അടിവസ്ത്രം ധരിച്ച് കീഴടങ്ങാൻ നിർബന്ധിതനായി. ഈ നിമിഷത്തിലാണ് ആ ടീം തങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാരമ്പര്യം പുറത്തെടുത്തത്. അവർ വെറും കളിക്കാരല്ലായിരുന്നു. ഓരോരുത്തർക്കും അതിമാനുഷിക കഴിവുകളുള്ള ഷാവോലിൻ സന്യാസികളായിരുന്നു അവർ. ഒരാൾക്ക് ലോഹത്തെപ്പോലും തകർക്കുന്ന കരുത്തുള്ള തലയുണ്ടായിരുന്നു. മറ്റൊരാൾ പന്തിനെ അതിമനോഹരമായ കലാരൂപം പോലെ നിയന്ത്രിച്ചു. തടിയനായ സന്യാസി വായുവിലൂടെ ഓടാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചു. വേറൊരാളുടെ ശരീരം ശത്രുക്കളുടെ ആയുധങ്ങളെപ്പോലും പ്രതിരോധിച്ചു. അവരുടെ ഗോൾ കീപ്പർ മിന്നൽ വേഗത്തിൽ പന്ത് തടയുന്ന മാസ്റ്ററായി മാറി. ഒടുവിൽ പ്രധാന കളിക്കാരൻ അതിശക്തമായ ഗോൾ കിക്ക് കണ്ട് എതിർ ടീം മുഴുവൻ വായുവിലൂടെ തെറിച്ചുപോയി. ഷാവോലിൻ കരുത്തിനു മുന്നിൽ ഭയന്നുപോയ ചതിയന്മാർ മൈതാനം വിട്ടോടി. താൻ ഫുട്ബോളിലെ യഥാർത്ഥ മാസ്റ്റർമാരെ കണ്ടെത്തിയെന്ന് കോച്ച് ഒടുവിൽ തിരിച്ചറിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.